തിരുവനന്തപുരം നഗരത്തെ, നമ്മുടെ തലസ്ഥാനത്തെ ഞെട്ടിച്ചതാണ് അലൻ എന്ന 18 വയസ്സുകാരന്റെ കൊലപാതകം. ഒരു കമ്പി കൊണ്ട് നെഞ്ചിൽ ഒറ്റ കുത്താണ്. ആ ഒറ്റ കുത്തിൽ അവിടെ തളർന്നു വീണു അലൻ. ആശുപത്രിയിലെത്തിച്ചു, പക്ഷേ ജീവൻ അത് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. ഹൃദയം തുളഞ്ഞു കയറിയിരുന്നു ആ കമ്പിപ്പാര. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നത്? വളരെ ആസൂത്രിതമായി നടന്ന ഒരു ഗൂഢാലോചന അതിന് പിന്നിൽ ഉണ്ടായിരുന്നു. ആ കൊലപാതകം കേവലം ഒരു പ്രകോപനമായിരുന്നു. FIR പറയുന്നത് പെട്ടെന്നുള്ള പ്രകോപനമാണ് കൊലപാതക കാരണം എന്നുള്ളതാണ്. പെട്ടെന്നുള്ള കൊലപാതകം, പെട്ടെന്നുള്ള പ്രകോപനം എന്ന് പറയുമ്പോൾ എന്താണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ്. 20th hour. ഇന്ന് ഫോറൻസിക് സംഘം ആ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ അവിടെ അതിക്രമത്തിന് ഉപയോഗിച്ച, അല്ലെങ്കിൽ അലന്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയ ആ കമ്പി കണ്ടെത്തുകയും ചെയ്തു. സുഹൃത്തുക്കളെ രക്ഷിക്കാൻ വേണ്ടി പോയതാണ് അലൻ ആ സ്ഥലത്ത്. എന്താണെങ്കിലും അലന്റെ മൃതദേഹം സംസ്കരിച്ചു. മുട്ടടയിലായിരുന്നു സംസ്കാരം. ബന്ധുക്കൾ ആ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ പൊള്ളുന്ന ചില കാഴ്ചകളാണ് നമുക്ക് ചുറ്റുമുണ്ടായിരുന്നത്. അലൻ അവിടെ പോയത് തന്റെ സുഹൃത്തുക്കളെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞ ശേഷമാണ്. സുഹൃത്തുക്കളെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നറിഞ്ഞതിനെ തുടർന്ന് അലൻ അവിടെ ചെല്ലുന്നു. അലൻ ചെന്നപാടെ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അവിടെ ജഗതിയിലെത്തിയ സംഘം, ഒപ്പം രാജാജി നഗറിലുള്ള സംഘം, ഈ 2 സംഘാംഗങ്ങളാണ് ചേരിതിരിഞ്ഞ് തർക്കമുണ്ടായിരുന്നത്. അതിൽ അവർ പ്രകോപിതരായി. ഉടൻ തന്നെ കയ്യിൽ കരുതിയിരുന്ന ആയുധമെടുത്ത് അലന്റെ നെഞ്ചിൽ ആഞ്ഞുകുത്തി. ആ ഒറ്റ കുത്തിൽ തുളഞ്ഞു കയറി അലന്റെ ഹൃദയവും കടന്ന് ആ കമ്പി പുറത്തേക്ക്. രണ്ട് പ്രതികളാണ് കസ്റ്റഡിയിലുള്ളത്. ജഗതി സ്വദേശികളായ സന്ദീപും അഖിലേഷും. മറ്റ് 3 പ്രതികൾക്കായുള്ള അന്വേഷണം അത് ഊർജിതമാക്കിയിട്ടുമുണ്ട്. അത് തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ ഒരു ചേരി തിരിഞ്ഞുള്ള സംഘർഷത്തിലേക്ക്, അതിക്രമത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് ലഭ്യമായ വിവരം. പക്ഷേ സ്കൂൾ അധികൃതർ അത് നിഷേധിക്കുന്നുണ്ട്. അത് സ്കൂളിലുണ്ടായ ഒരു സംഭവമല്ല എന്ന് പറയുന്നു സ്കൂൾ പ്രിൻസിപ്പൽ. വൈകുന്നേരം ശാസ്ത ക്ഷേത്രത്തിന് സുഹൃത്തുക്കളെ അക്രമി സംഘം, ആ ക്ഷേത്രത്തിന് സമീപം സുഹൃത്തുക്കളെ അക്രമി സംഘം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നറിഞ്ഞ് രക്ഷപ്പെടുത്താൻ ചെല്ലുകയായിരുന്നു അലൻ. സുഹൃത്തുക്കളെ വിട്ടയക്കണം, വഴിയിൽ നിന്ന് മാറി നിൽക്കണം, ഇതായിരുന്നു ജഗതിയിലെത്തിയ സംഘത്തോട് അലൻ ആവശ്യപ്പെട്ടത്. അക്രമികൾ പ്രകോപിതരായി. സംഘത്തിലെ ഒരാൾ ഹെൽമറ്റ് കൊണ്ട് അലന്റെ തലക്കടിച്ചു. കേസിലെ 1ാം പ്രതി കൈവശമുണ്ടായിരുന്ന മൂർച്ചയേറിയ ആ ആയുധം ഇടതുനെഞ്ചിൽ കുത്തിയിറക്കി. ഉടൻ തന്നെ കുഴഞ്ഞു വീണു അലൻ. സുഹൃത്തുക്കൾ അലനെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഉടൻ തന്നെ ഇരുചക്രവാഹനത്തിലാണെങ്കിൽ പോലും അലനുമായി അവർ കുതിച്ചു. തളർന്നിരിക്കുന്ന അലൻ, ആ ഇരുചക്രവാഹനത്തിന്റെ പിൻസീറ്റിൽ തളർന്നിരിക്കുന്ന അലന്റെ ദൃശ്യങ്ങളും അത് നമുക്ക് കാണാം. റൈറ്റ്. കണ്ടോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത ജഗതി സ്വദേശികളായ സന്ദീപ്, അഖിലേഷ് എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. അലന്റെ സംസ്കാരം പൂർണ്ണമാവുകയും ചെയ്തു. വലിയ വിളയിലെ ബന്ധു വീട്ടിലായിരുന്നു പൊതുദർശനം. മുട്ടടയിൽ സംസ്കാരം നടത്തുകയും ചെയ്തു. നമ്മൾ ആദ്യമായിട്ടല്ല തലസ്ഥാനത്ത് ഇത്തരം ക്രൂരകൃത്യങ്ങൾ കാണുന്നത്. ആവർത്തിക്കാതിരിക്കട്ടെ. സംഭവിച്ചത് അത് വലിയ മുറിവാണ്. പക്ഷേ ഇനിയും ആവർത്തിച്ചാൽ ആ മുറിവിന് ആഴമേറും. അതുണ്ടാകാതിരിക്കട്ടെ.